ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഫൈലം അനലിഡ എന്ന ഫൈലത്തെ സംബന്ധിച്ചാണ്. ഫൈലം അനലിഡയിൽ വരുന്ന നീറിസ്, ലീച്ച്, എർത്തുവം, വെർമി കമ്പോസ്റ്റിംഗ് എന്നീ വിശദാംശങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഫൈലം അനലിഡയുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ, അതിൻ്റെ ശരീരപ്രകൃതി എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ബോഡി ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ശരീരത്തെ രണ്ട് തുല്യഭാഗങ്ങളായിട്ട് വിഭജിക്കാൻ കഴിയും. പിന്നീട് ഇതൊരു വേം ലൈക്ക് വിരകൾ പോലെയുള്ള ജീവജാലങ്ങളാണ് ഈ അനലിഡയിൽ വരുന്ന ജീവജാലങ്ങൾ എല്ലാം തന്നെ. മേഡപ്പ് ഓഫ് മെനി സെൽസ് ഫോമിംഗ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ഇതിന് ഒരു അവയവ വ്യവസ്ഥയുണ്ട്. കോശങ്ങളും കലകളും അവയവങ്ങളും ചേർന്ന ഒരു അവയവ വ്യവസ്ഥ ഈ അനലിഡ എന്ന വിഭാഗത്തിനുണ്ട്. ഹാവ് എ ട്രൂ സീലോം, അതിനെ നമ്മൾ ബോഡി ക്യാവിറ്റി എന്നാണ് പറയുന്നത്. ഓഫൺ ഡിവൈഡഡ് ബൈ സെപ്റ്റ. ഇതിൻ്റെ ബോഡി ട്രൂ, അതായത് ശരിയായ ഒരു ബോഡി ക്യാവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രൂ ബോഡി ക്യാവിറ്റി ഉണ്ട്. ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് കൊണ്ടാണ് ഈ ബോഡി ക്യാവിറ്റി, ഇതിൻ്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബോഡി ക്യാവിറ്റിക്ക് ഇടയിൽ സെപ്റ്റ, അതായത് സ്തരങ്ങൾ ഉണ്ട്. ഹാവ് എ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം വിത്ത് മൗത്ത് ആൻഡ് ഏനസ്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ദഹനേന്ദ്രിയ വ്യവസ്ഥ ഉള്ള ജീവജാലങ്ങളാണ് അനലിഡയിൽ വരുന്നത്. അതുപോലെ തന്നെ മൗത്തും ഏനസും ഡൈജസ്റ്റീവ് ട്രാക്റ്റും ഒക്കെ അടങ്ങിയതാണ് ഇതിൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ന് പറയുന്നത്. ബോഡി ഹാസ് 3 പാർട്സ്. പ്രോസ്റ്റോമിയം അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്ന ഭാഗം, രണ്ടാമത്തത് ഉടൽ, മൂന്നാമത്തത് ഫൈജീഡിയം അഥവാ ടെയിൽ. അതായത് ശരീരത്തെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മുൻപിലത്തെ ഭാഗത്തെ അല്ലെങ്കിൽ തല വരുന്ന ഭാഗത്തെ പ്രോസ്റ്റോമിയം എന്നും, അത് കഴിഞ്ഞാൽ ഉടൽ ട്രങ്ക്, വാല് ഭാഗം അല്ലെങ്കിൽ ടെയിൽ ഭാഗത്തെ ഫൈജീഡിയം എന്നും തരംതിരിച്ചിട്ടുണ്ട്. നെർവസ് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻക്ലൂഡ് എ ബ്രെയിൻ ലൈക്ക് നെർവ് റിംഗ്, ഗാംഗ്ലിയ ആൻഡ് വെൻട്രൽ നെർവ് കോഡ്. തലയുടെ മുൻഭാഗത്തായിട്ട് ബ്രെയിനിൻ്റെ പോലെ ഫങ്ഷൻ ചെയ്യുന്ന നാഡികളുടെ ഒരു കൂട്ടമുണ്ടായിരിക്കും. ഇതിനെ നെർവ് ഗാംഗ്ലിയ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗാംഗ്ലിയയിൽ നിന്നും ശരീരത്തിൻ്റെ വാലറ്റം വരെ നീളുന്ന നെർവ് കോഡും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഹാവ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, ദാറ്റ് ഈസ് ബ്ലഡ് ഇൻ വെസൽസ്. അതായത് ശരീരത്തിനകത്ത് രക്തചംക്രമണ വ്യവസ്ഥ കുഴലിലൂടെ ഉള്ള ഒരു സംവിധാനം ഉണ്ട്. അതായത് രക്തം കുഴലിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് ഒരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. എന്നിരുന്നാൽ ഇതിന് ഹാർട്ട് പോലെയുള്ള ഒരു പമ്പിങ് ഓർഗൻസ് ഒന്നും തന്നെ ഇല്ല. നോ സ്പെഷ്യൽ റെസ്പിറേറ്ററി ഓർഗൻസ്. പ്രത്യേകമായിട്ട് ഒരു റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്ന സംവിധാനമില്ല. എന്നിരുന്നാൽ തന്നെ സ്കിന്നിലൂടെയോ നീറിസ് പോലെയുള്ള ജീവജാലങ്ങളിൽ പാരാപ്പോഡിയം പോലെയുള്ള സ്ട്രക്ചറുകളുടെ സഹായത്തോടു കൂടിയാണ് റെസ്പിറേഷൻ സാധ്യമാക്കുന്നത്. റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. മെയിലും ഫീമെയിലും ക്യാൻ ബി, ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണും, അല്ലെങ്കിൽ മിക്കവാറും ജീവജാലങ്ങളെല്ലാം തന്നെ മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരേ ജീവിയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അത്തരം ജീവജാലങ്ങളെ നമ്മൾ ഹെർമാഫ്രോഡൈറ്റുകൾ എന്ന് പറയും. ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ജീവിച്ച് വ്യത്യസ്ത ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്നതാണ് ഈ അനലിഡ് വേമുകൾ. ലിവ് ഇൻ മെനി എൻവയോൺമെൻറ്റ്സ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. പ്രത്യേകിച്ചും കരയിലും വെള്ളത്തിലും ഒക്കെ ഈ ജീവജാലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ആദ്യം നമുക്ക് അനലിഡയിലെ വരുന്ന പ്രധാനപ്പെട്ട ഒരു വേമിനെ കുറിച്ച് നോക്കാം. നീറിസ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ മറൈൻ ബെന്തിക് വേം, കോമൺലി കോൾഡ് സാൻഡ് വേം ഓർ റാഗ് വേം. ഇത് ഒരു ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു തരം വിരകളാണ്. ഇത് ഒരു ബെന്തിക്കാണ്, അതായത് വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ കാണപ്പെടുന്നു. ഫൗണ്ട് ഇൻ ഇൻ്റർസൈഡൽ സോൺ, അതായത് വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കുന്ന കടൽ തീരങ്ങളിലാണ് നമുക്ക് നീറിസിനെ കാണാൻ കഴിയുന്നത്. ഇതിനെ സാൻഡ് വേം, റാഗ് വേം എന്നീ പേരുകൾ കൂടി അറിയപ്പെടുന്നുണ്ട്. ശരീരം എടുത്ത് നോക്കുകയാണെങ്കിൽ ലോങ് ബോഡിയാണ്, സ്ലെൻഡറാണ്, അല്പം പരന്നതാണ്, ഫ്ലാറ്റാണ്, മെഷറിങ് അബൌട്ട് 5 to 20 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്. ഏകദേശം 5 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള അതാണ് അതിൻ്റെ ശരീരപ്രകൃതി. ബോഡി ഷോസ് ട്രൂ സെഗ്മെൻറ്റേഷൻ, അതായത് നമുക്ക് ഓരോ സെഗ്മെൻറ്റ്സും പ്രത്യേകമായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെ സെഗ്മെൻറ്റുകളായിട്ട് ശരീരം കാണുന്നതിനെ മെറ്റാമെറിസം എന്നാണ് പറയുന്നത്. ആ ഒരു ശരീരപ്രകൃതി, അതായത് സെഗ്മെൻറ്റ്സ് ആയിട്ട് ബോഡി പാർട്ടുകൾ അല്ലെങ്കിൽ ശരീരം ക്രമീകരിച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഡിവൈഡഡ് ഇൻ ഹെഡ്, ട്രങ്ക് ആൻഡ് ഫൈജീഡിയം. തല, ഉടൽ,
ഫൈജിയുടെ അല്ലെങ്കിൽ ടെയിൽ എന്നിങ്ങനെ 3 ഭാഗമായിട്ട് ശരീരത്തെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി ഹെഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ തലഭാഗത്തെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുൻപിലുള്ള ഭാഗത്തെ പ്രോസ്റ്റോമിയം എന്നും അതിന് തൊട്ട് പുറകിലുള്ള ഭാഗത്തെ പെരിസ്റ്റോമിയം എന്ന് പറയും. ഇത് രണ്ടും ഹെഡ് റീജിയൻ്റെ ഭാഗമാണ്. പ്രോസ്റ്റോമിയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലഷി ലോബാണ്, മാംസളമായ ഭാഗമാണ്. വിത്ത് ടെൻറ്റക്കിൾസ്, ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള സെൻസറി ഓർഗൻസ് ഉണ്ട്, അതിനെ ടെൻറ്റക്കിൾസ് എന്ന് പറയുന്നു. എ പെയർ ഓഫ് പാൽപ്സ്, അതായത് ചുണ്ട് പോലെയുള്ള സ്ട്രക്ചറുകളുണ്ട്. ആൻഡ് 2 പെയർ ഓഫ് സ്മോൾ ഐസ് യൂസിങ് സെൻസറി, അതുപോലെ കണ്ണിൻ്റെ 2 ജോഡി, ഈ 2 കണ്ണുകൾ 2 വശത്തുമായിട്ട് കാണാൻ കഴിയും. അത് കണ്ണിൻ്റേതായിട്ടുള്ള സെൻസറി, ചെറിയ കാഴ്ച സാധ്യമാകുന്ന സ്മോൾ യൂസ്ഡ് ഫോർ സെൻസറിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ കണ്ണുകളാണ്. ഇനി രണ്ടാമത്തെ ഭാഗം, തലയുടെ രണ്ടാമത്തെ ഭാഗത്തെ നമ്മൾ പെരിസ്റ്റോമിയം എന്നാണ് പറയുന്നത്. ഫോളോസ് ദ പെരിസ്റ്റോമിയം ആൻഡ് ബിയേഴ്സ് 4 പെയേഴ്സ് ഓഫ് ടെൻറ്റക്കിൾസ് ആൻഡ് എ സെൻട്രൽ മൗത്ത്. 4 ജോഡി ചെറിയ ടെൻറ്റക്കിൾസ് ഉണ്ട്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് മൗത്തും അടങ്ങിയതാണ് നീറിസിൻ്റെ ശരീരപ്രകൃതി എന്ന് പറയുന്നത്. ഇനി നീറിസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് പാരാപോഡിയം എന്ന് പറയുന്ന ലോക്കോമോട്ടറി ഓർഗൻസ്. ട്രങ്ക് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് സെഗ്മെൻറ്റ്സ് ആൻഡ് ഈച്ച് സെഗ്മെൻറ്റ് ബിയേഴ്സ് എ പെയർ ഓഫ് അപ്പൻഡേജസ് കാൾഡ് പാരാപോഡിയം. അതായത് നമ്മൾ ട്രങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ട്രങ്കിലും ഓരോ ജോഡി എന്ത് കാണാൻ കഴിയും? അപ്പൻഡേജസ്, കാലുകൾ പോലെയുള്ള സ്ട്രക്ചറുകൾ കാണാൻ കഴിയും. ഈ സ്ട്രക്ചറുകളെ പറയുന്ന പേരാണ് പാരാപോഡിയ എന്നുള്ളത്. ദേ ആർ ലോക്കോമോട്ടറി ഓർഗൻസ്. പാരാപോഡിയം ഈസ് ബൈറാമസ് ഇൻ നേച്ചർ. അതായത് ഇത് അതിൻ്റെ ലോക്കോമോട്ടറി, അതായത് ചെളിയിലാണ്, ബന്ധിക്കായിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ നീറീസ് എന്ന്. ബന്ധിക്കെന്ന് പറഞ്ഞാൽ വെള്ളത്തിനടിയിലെ ചെളിയുടെ മുകളിലോ ചെളിക്ക് അകത്തായിട്ടോ കാണപ്പെടുന്ന ജീവജാലങ്ങളെയാണ് നമ്മൾ ബന്ധിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പം ഈ പാരാപോഡിയം ഈ ചെളിക്കകത്തുകൂടി ഇങ്ങനെ ക്രോൾ ചെയ്ത് നീങ്ങുന്നതിന്, അതായത് നിരങ്ങി നീങ്ങുന്നതിന് അല്ലെങ്കിൽ അതിനിടയിലൂടെ നീങ്ങുന്നതിന് സഹായിക്കുന്ന അവയവങ്ങളാണ്. ഇത് ബൈറാമസ്, 2 ആമുകൾ പോലെയുള്ള സ്ട്രക്ചറുകളാണ്. കൺസിസ്റ്റ് ഓഫ് ബേസൽ പാർട്ട് ആൻഡ് 2 ഡിസ്റ്റൽ പാർട്ട്. അതായത് ഒരു ബേസൽ പാർട്ടുണ്ട്, ഇതിനെ ബേസൽ പാർട്ട് എന്ന് പറയുന്നത്. 2 ഡിസ്റ്റൽ പാർട്ടും അടങ്ങിയതാണത്. ദ ഡിസ്റ്റൽ പാർട്ട് ഓൺ ദ ഡോർസൽ സൈഡ് ഈസ് കാൾഡ് നോട്ടോപോഡിയം. ഈ ഡിസ്റ്റൽ പാർട്ടിന്, അതായത് ബേസൽ പാർട്ടിന് മുകളിലോട്ടുള്ള 2 ഡിസ്റ്റൽ പാർട്ടിൻ്റെ മുകൾ ഭാഗത്തെ നമ്മൾ നോട്ടോപോഡിയം എന്നും അതിന് അടിഭാഗത്തെ ന്യൂറോപോഡിയം എന്നുമാണ് പറയുന്നത്. ദെൻ ബോത്ത് നോട്ടോപോഡിയം ആൻഡ് ന്യൂറോപോഡിയം പൊസസ് ബണ്ടിൽസ് ഓഫ് സീറ്റെ. ഈ നോട്ടോപോഡിയവും ന്യൂറോപോഡിയത്തിനകത്തും ധാരാളം സീറ്റെ എന്ന് പറയപ്പെടുന്ന അവയവങ്ങൾ കാണാൻ കഴിയും. സീറ്റെ ആർ സ്റ്റിഫ് നീഡിൽ ലൈക്ക് കൈറ്റിനസ് റോഡ്സ് വിച്ച് റിമെയിൻ ഇൻ ബണ്ടിൽ വിത്തിൻ എ സീറ്റേഷ്യസ് സാക്ക്. സീറ്റെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നാരുകൾ പോലെ കാണപ്പെടുന്ന കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബണ്ടിലായിട്ട്, അതായത് നമ്മളൊരു ചൂലിൻ്റെ പോലെയൊക്കെ കാണപ്പെടുന്ന സ്ട്രക്ചറുകളാണ് സീറ്റെ എന്ന് പറയുന്നത്. ദ എൻറ്റയർ ബണ്ടിൽ മേ ബി മൂവ്ഡ് ഇൻ വേരിയസ് ഡിറക്ഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മസിൽസ്. അതായത് ഈ പാരാപോഡിയത്തിനകത്താണ് ഈ കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ നാരുകൾ പോലെയുള്ള സ്ട്രക്ചറുകൾ കാണപ്പെടുന്നത്. അതിന് ഏത് ഡയറക്ഷനിലേക്കും, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് വേണ്ടുന്നത് അതിനനുസരിച്ച് ഏത് ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ പറ്റിയ സ്ട്രക്ചറുകളാണ് ഈ സീറ്റെ എന്ന് പറയുന്ന സ്ട്രക്ചറുകൾ. വൺ ഓഫ് ദ സീറ്റെ ഇൻ ഈച്ച് ബണ്ടിൽ ഈസ് ലോങ്, റോഡ് ലൈക്ക് ആൻഡ് ഡാർക്ക് ഇൻ കളർ നോൺ ആസ് അസിക്കുലം. ഈ സീറ്റെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല നീളമുള്ള നാരുകൾ അതിൻ്റെ അറ്റത്താണ്, അല്ലെങ്കിൽ അഗ്രഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഈ നാരുകളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു റോഡിലേക്ക് കട്ടിയുള്ള ഒരു തണ്ട് പോലെ മാറിയിരിക്കുന്നു. ഈ തണ്ടിന് പറയുന്ന പേര് അസിക്കുലം എന്നാണ്. പാരാപോഡിയ ആർ റിച്ച്ലി വാസ്കുലറൈസ്ഡ്. ദേ മേ ബി സെർവ് ആസ് റെസ്പിറേറ്ററി ഓർഗൻസ്. അതായത് ഈ പാരാപോഡിയം ധാരാളം രക്തക്കുഴലുകളാൽ സമൃദ്ധമാണ്. അതുകൊണ്ടാണ് അതിനെ റിച്ച്ലി വാസ്കുലറൈസ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്തക്കുഴലുകളാൽ സമൃദ്ധമായ ഈ പാരാപോഡിയത്തിലൂടെയാണ് നീറിസ് അതിൻ്റെ ശ്വസനം സാധ്യമാക്കുന്നത്. ഇനി നീറിസിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് നമുക്ക് ഇവിടെ പറയുന്നത് ഹെറ്ററോനീറിസുകൾ. ഹെറ്ററോനീറിസ് എന്ന് പറഞ്ഞാൽ സെക്ഷലി mature nereid worm having 2 anterior sexual region that is called atoc and posterior sexual region that is called epitoc is known as heteroneris. അതായത് ഒരു നീറിസ് പൂർണ്ണ വളർച്ചയെത്തി കഴിഞ്ഞാൽ ആ നീറിസിന് 2 ശരീരഭാഗത്തെ 2ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതായത് മുൻഭാഗം റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്ത ഭാഗം, അല്ലെങ്കിൽ എസെക്ഷൽ റീജിയൻ, അതിനെ നമ്മൾ എടോക്ക് എന്നാണ് പറയുക. എന്നാൽ അതിൻ്റെ വാലിലേക്ക് പോകുമ്പോഴേക്കും അതിൻ്റെ ശരീരഭാഗങ്ങൾ
വിവിധ സെഗ്മെൻറ്റ്സായിട്ട് റീപ്രൊഡക്റ്റീവ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റിയ ഭാഗങ്ങളായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. ഇങ്ങനെ അതിൻ്റെ മുൻഭാഗം എസെക്ഷൽ റീജിയനും അതിൻ്റെ വാലുഭാഗം പിൻഭാഗം സെക്ഷൽ റീജിയനുമായിട്ട് കാണപ്പെടുന്ന തരത്തിലുള്ള നീറിസുകളെയാണ് നമ്മൾ ഹെട്രോനീറിസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോർമേഷനെ, അതായത് എസെക്ഷൽ റീജിയൻ സെക്ഷൽ റീജിയനായിട്ട്, സെക്ഷൽ റീജിയൻ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് അവയവങ്ങൾ, അതായത് മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് അവയവങ്ങൾ ഒരേ ജീവിയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് അവയവങ്ങൾ മച്ചുർ ആകുന്ന റീജിയൻസിനെയാണ് നമ്മൾ എന്താ പറയുക, എപ്പിടോക്ക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എടോക്കുകൾ എപ്പിടോക്കുകളായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെ എപ്പിടോക്കി എന്നാണ് പറയുന്നത്. ഇനി എപ്പിടോക്കി ആയിട്ടുള്ള നീറിസുകൾ വെള്ളത്തിന് മുകളിലേക്ക് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടത്താനായിട്ട് കടലിലെ ജലത്തിന്, അതായത് ബന്ധിക്കാണെന്ന് ഓർക്കണം, ചെളിയിൽ കാണപ്പെടുന്നതാണ് ജീവജാലങ്ങൾ. അത് നോക്കുക, ദ എപ്പിടോക്സ് സ്വിം ടു ദ സർഫസ് ഫോർ reproduction. Usually many epitokes come up simultaneously and shed eggs and sperms. This synchronous behavior is known as swarming. ഇങ്ങനെ നീറിസിൻ്റെ എപ്പിടോക്കുകൾ, അതായത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ വേർപെട്ട് നീറിസിൻ്റെ ഈ റീപ്രൊഡക്റ്റീവ് അവയവങ്ങൾ അല്ലെങ്കിൽ എപ്പിടോക്കുകൾ വെള്ളത്തിന് മുകളിലേക്ക്, ചെളിയിൽ നിന്നും പൊങ്ങി വെള്ളത്തിന് മുകളിലേക്ക് കൂട്ടമായിട്ട് വരികയും ജലത്തിൻ്റെ സർഫസ് അല്ലെങ്കിൽ കടലിൻ്റെ സർഫസിൽ വന്നിട്ട് എഗ്ഗും സ്പേമും പുറത്തേക്ക് വിടുകയും അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ കൂട്ടത്തോടെ എപ്പിടോക്കുകൾ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് നീറിസുകൾ കടലിൻ്റെ മുകളിലേക്ക് വന്ന് ഒത്തുകൂടുന്നതിന് പറയുന്ന പേരാണ് സ്വാമിങ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ നീറിസുകൾക്ക് മുട്ട വിരിഞ്ഞൊരു ലാർവ ഉണ്ടാവും. ഈ ലാർവയ്ക്ക് പറയുന്ന പേര് ട്രോക്കോഫോർ ലാർവ എന്നാണ്. ഇറ്റ് ഈസ് എ സ്മോൾ ട്രാൻസ്ലൂസൻറ്റ് ഫ്രീ സ്വിമ്മിങ് ലാർവ സ്റ്റേജ് ഓഫ് നീറിസ്. വളരെ സുതാര്യമായ സ്വതന്ത്രമായിട്ട് നീന്തി നടക്കുന്ന നീറിസ്, ഓർക്കണം, നീറിസ് ബന്ധിക്കാണ്, പക്ഷേ ഈ ലാർവ ഫ്രീ സ്വിമ്മിങ് ആണ്. ആ സുതാര്യമായ ഫ്രീ സ്വിമ്മിങ് ലാർവയ്ക്ക് പറയുന്ന പേരാണ് ട്രോക്കോഫോർ ലാർവ. ഷേപ്പ് ഒരു ഓവൽ ഷേപ്പാണ്. ദെൻ കവേർഡ് വിത്ത് ബാൻഡ്സ് ഓഫ് സീലിയ ഫോർ സ്വിമ്മിങ്. ധാരാളം ശരീരത്തെ പൊതിഞ്ഞുകൊണ്ട് സീലിയ കാണും. ദെൻ എപ്പിക്കൽ ടഫ്റ്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അതായത് സീലിയ അറ്റ് ടോപ്പ് ഫോർ മൂവ്മെൻറ്റ് ആൻഡ് സെൻസിങ്. അതായത് ഈ മുകൾ ഭാഗത്തായിട്ട് താഴ്ഭാഗത്തായിട്ടും എന്തുണ്ട്, സീലിയ ടഫ് ഉണ്ട്. അതിനെ നമ്മൾ എപ്പിക്കൽ ടഫ്റ്റ് എന്നാണ് പറയുക. രണ്ടാമത്തത് ട്രോക്ക് എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതായത് മിഡിൽ സീലിയേറ്റഡ് ബാൻഡ് ഫോർ സ്വിമ്മിങ്. അതായത് മധ്യഭാഗത്തും സീലിയുണ്ട്, അതിൻ്റെ രണ്ട് എൻഡ് ഭാഗത്തും സീലിയുണ്ട്. അതിനെ നമ്മൾ എപ്പിക്കൽ ടഫ്റ്റ് എന്നും മധ്യഭാഗത്ത് കാണുന്നതിന് പ്രോട്ടോട്രോക്ക് എന്നുമാണ് പറയുക. അതുപോലെ തന്നെ ഇതിന് മൗത്തും ഏനസുമുണ്ട്. ഹാവിങ് മൗത്ത് ആൻഡ് ഏനസ് പ്രസൻറ്റ് ഫോർ ഫീഡിങ്. ഇതിന് ഒരു എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതായത് ഇതിനൊരു പരിണാമവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രോക്കോഫോർ ലാർവയെ നീറിസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഷോസ് എ ലിങ്ക് ബിറ്റ്വീൻ അനലിഡ്സ് ആൻഡ് മൊളസ്ക്. നമ്മൾ അനലിഡ് എന്ന് പറയുന്ന ഈ വേമുകൾ അല്ലെങ്കിൽ നീറിസ് വേമുകൾ എടുക്കുകയാണെങ്കിലും മൊളസ്ക കക്ക വിഭാഗത്തിലെടുക്കുന്ന വരുന്ന ജീവജാലങ്ങൾ, ഫൈലം മൊളസ്കയിൽ വരുന്ന ജീവജാലങ്ങൾക്കും ഒരേ ലാർവയാണുള്ളത്. ആ ലാർവയ്ക്ക് പറയുന്ന പേരാണ് ട്രോക്കോഫോർ ലാർവ. ഒരേ ലാർവയാണ്, ഒരുപോലെയാണ് അതിൻ്റെ മോർഫോളജിക്കലും ആയിട്ടുള്ള പ്രകൃതമൊക്കെ, അല്ലെങ്കിൽ ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരുപോലെ ഇരിക്കുന്ന ലാർവ രണ്ട് ഫൈലങ്ങൾക്ക്, രണ്ട് വ്യത്യസ്ത വിഭാഗം ജീവജാലങ്ങൾക്ക് വരുന്നു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് വ്യത്യസ്ത വിഭാഗം ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് അനലിഡയും മൊളസ്കയും ഒരു പൂർവികനിൽ നിന്നുമാണ് വേർതിരിഞ്ഞു പോയത്, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞു പോയത് എന്നത് സൂചിപ്പിക്കുന്ന തെളിവാണ് ഈ ട്രോക്കോഫോർ ലാർവ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഹിറുഡിനേറിയ, അല്ലെങ്കിൽ നമ്മൾ ലീച്ച്, അല്ലെങ്കിൽ നമ്മൾ വനത്തിലൊക്കെ പോയി വരുമ്പോൾ കടിക്കുന്ന അട്ട അല്ലെങ്കിൽ കുളയട്ട എന്ന് പറയുന്ന ലീച്ചാണ്. ലീച്ചിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബോഡി ഷേപ്പ് വളരെ ഇത്തിരി കൂടെ ഉരുണ്ടതിന് പകരം പരന്നതാണ്, നീളമുള്ളതാണ്, സോഫ്റ്റാണ്, സെഗ്മെൻറ്റഡ് ആണ്. ഇത്രയുമാണ് അതിൻ്റെ ആദ്യത്തെ പ്രത്യേകത. സിമെട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ ബൈലറ്ററി സിമെട്രിയാണ്. 36 സെഗ്മെൻറ്റ്സ് ആണ് അതിൽ വരുന്നത്. ട്രൂ സെഗ്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ട്രൂ സെഗ്മെൻറ്റ്സ്, അതായത് സെഗ്മെൻറ്റ്സ് കൊണ്ട് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതിനെ നമ്മൾ മെറ്റാമെറിസം എന്നാണ് പറയുക. എക്സ്റ്റേണലി വിസിബിൾ ആസ് റിങ്സ്. നമുക്ക് പുറമേ നോക്കുകയാണെങ്കിൽ റിങ്ങുകൾ പോലെ, വളയങ്ങൾ പോലെ നമുക്ക് കാണാൻ കഴിയും. സീലോമാണ്, ട്രൂ സീലോമാണ്. ദെൻ ബോഡി റീജിയൻസിനെ ഹെഡ്, അതായത് മുൻഭാഗം, തലഭാഗം, ദെൻ
ട്രങ്ക് ദെൻ പോസ്റ്റീരിയർ സക്കർ അല്ലെങ്കിൽ ഏനൽ ഭാഗം എന്നീ 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി സക്കേഴ്സിനൊരു പ്രത്യേകതയുണ്ട്. മൗത്തിൻ്റെ ഭാഗത്തും സക്കേഴ്സ് ഉണ്ട്, അതിൻ്റെ ഏനൽ ഭാഗത്തും സക്കറുണ്ട്. ഈ മൗത്തിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്ന സക്കറിനെ നമ്മൾ ആൻറ്റീരിയർ സക്കർ എന്നാണ് പറയുന്നത്. ലൊക്കേറ്റഡ് ഹിയർ യൂസ്ഡ് ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഫീഡിങ്. അതായത് ഈ ലീച്ചുകളെല്ലാം തന്നെ, കുളയട്ടകളെല്ലാം തന്നെ ഒന്നുകിൽ രക്തം ഉറ്റിക്കുടിച്ച് ജീവിക്കുന്ന ജീവികളാണ്. പ്രത്യേകിച്ച് മാമൽസിൻ്റെയും മനുഷ്യൻ്റെയും ഒക്കെ ശരീരത്തിന് പറ്റിപ്പിടിച്ചിരുന്ന് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കുടിക്കുന്ന ജീവികളാണ്. അപ്പം ആ രക്തം ഊറ്റിക്കുടിക്കാൻ വേണ്ടിയിട്ട് മറ്റു ജീവജാലങ്ങളുടെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സക്കറുകളെയാണ് നമ്മൾ എന്ത് പറയുക, ആൻറ്റീരിയർ സക്കർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹിറുഡിൻ പോലെയുള്ള ആൻറ്റികൊയാഗുലൻ്റുകൾ, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള സബ്സ്റ്റൻസുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് രക്തം ഊറ്റി കുടിക്കാനുള്ള കഴിവൊക്കെ ഈ ലീച്ചിനുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റീരിയർ സക്കറുണ്ട്, യൂസ്ഡ് ഫോർ ആങ്കറേജ്. ഏതെങ്കിലും ഒരു സർഫസിൽ ഇലയിലോ തടിയിലോ മറ്റ് ജീവജാലങ്ങളുടെ മുകളിലോ ഒക്കെ പറ്റിപ്പിടിക്കാനായിട്ടോ അല്ലെങ്കിൽ സോയിലിലൊക്കെ പറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്തിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന സക്കറുകളെയാണ് നമ്മൾ പോസ്റ്റീരിയർ സക്കർ എന്ന് പറയുന്നത്. ഒരു സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്, അതായത് ബ്ലഡ് വെസൽസ് ഉണ്ട്. ദെൻ പൾസറ്റൈൽ ഓർഗൻസ് ഉണ്ട്, അതായത് ബ്ലഡിനെ പമ്പ് ചെയ്യാനായിട്ട് ഹേർട്ടിന് പകരമായിട്ട് പ്രവർത്തിക്കുന്ന, ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന അവയവങ്ങളുണ്ട്. അതിനെ നമ്മൾ പൾസറ്റൈൽ ഓർഗൻസ് എന്നാണ് പറയുക. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. സം ആർ പാരസൈറ്റിക്, അതായത് ഒരു മൗത്ത് മുതൽ ഏനസ് വരെ നീളുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. മിക്കവാറും ലീച്ചുകളെല്ലാം തന്നെ പാരസൈറ്റാണ്, സെക്ടോറിയലാണ്. സം പ്രിഡേറ്ററി, മറ്റ് ചിലത് പ്രിഡേറ്ററിയുമാണ്. നെർവസ് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ തലഭാഗത്തായിട്ടൊരു ഡോൾസൽ നെർവ് റിംഗ് ഉണ്ട്, അതിനെ നമ്മൾ ബ്രെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ സെൻട്രൽ ഗാംഗ്ലിയോൺ എന്ന് പറയും. വെൻട്രൽ നെർവ് കോഡുണ്ട്, അതായത് അതിൻ്റെ അടിഭാഗത്തുകൂടി ടെയിൽ അറ്റൻ വരെ നീളുന്ന നെർവ് കോഡുണ്ട്. എക്സ്ക്രീഷൻ സാധ്യമാകുന്നത് പ്രത്യേകമായിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസിലൂടെയാണ്. ആ ഓർഗൻസിനെ നമ്മൾ നെഫ്രീഡിയ എന്ന് പറയും. അപ്പം നെഫ്രീഡിയ ഇവിടെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഒരു എക്സ്ക്രീറ്ററി ഓർഗൻസ് നമുക്ക് ഈ അനലിഡിലുണ്ട്, അത് ലീച്ചിൽ കാണപ്പെടുന്നത് നെഫ്രീഡിയ എന്ന് പറയുന്ന ഓർഗൻസാണ്. റീപ്രൊഡക്ഷൻ, ഈ ലീച്ചുകളെല്ലാം തന്നെ ഹെർമാഫ്രോഡിറ്റുകളാണ്, അതായത് മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരേ ജീവിയിൽ തന്നെയാണ് കാണപ്പെടുക. എന്നിരുന്നാലും ക്രോസ് ഫെർട്ടിലൈസേഷൻ പോലെയുള്ള, അതായത് 2 വ്യത്യസ്ത ജീവിജാലങ്ങൾ തമ്മിൽ പോലും ഫെർട്ടിലൈസേഷൻ നടക്കാറുണ്ട്. ഇനി നമുക്ക് ക്ലൈറ്റല്ല എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ജീവിയാണ് ക്ലൈറ്റല്ലം ഉള്ള ജീവജാലങ്ങൾ. അപ്പം അത് പ്രധാനമായിട്ടും എർത്തുവമാണ് ക്ലൈറ്റല്ലം എന്ന് പറയുന്ന ശരീരഭാഗമുള്ള ജീവജാലങ്ങൾ. നമുക്ക് പഠിക്കാനുള്ളതും എർത്തുവമിനെ കുറിച്ചാണ്. ബോഡി എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല നീളമുള്ള, എലോങ്ങേറ്റഡ് ആണ്, സിലിണ്ടറിക്കൽ, അതായത് സിലിണ്ടർ പോലെ കാണപ്പെടുന്നു, സെഗ്മെൻറ്റഡ് ആണ്, ശരീരം ഓരോരോ കഷ്ണങ്ങളായിട്ട് കാണപ്പെടുന്നു. അതിനെ നമ്മൾ മെറ്റാമെരിസം എന്നാണ് പറയുന്നത്. സൈസ് പ്രധാനമായിട്ടും ഒരു ചെറിയ 1-2 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ മുകളിൽ വരെ നീളമുള്ള എർത്തുവം സ്പീഷീസുകളുണ്ട്. സെഗ്മെൻറ്റേഷൻ, ബോഡി സെഗ്മെൻറ്റ്സ് ആയിട്ട് കാണപ്പെടുന്നു. ഈച്ച് സെഗ്മെൻറ്റ് ഹാസ് സിമിലർ സ്ട്രക്ചേഴ്സ്. ഓരോ സെഗ്മെൻറ്റിനും ഒരേപോലെയുള്ള ഘടനയാണ് ഉള്ളത്. ബോഡി റീജിയനെ നമ്മൾ ഹെഡ്, ട്രങ്ക്, ഫൈജീഡിയം എന്നിങ്ങനെ 3ആയിട്ട് അനലിഡയുടെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ്. സിമെട്രി, ബൈലാറ്ററൽ സിമെട്രിയാണ്. 2 നടുക്കൂടെ നമ്മൾ മുറിച്ചാൽ 2 തുല്യ ഭാഗങ്ങൾ കിട്ടും. ട്രൂ സീലോമാണ്, അത് ബോഡി ക്യാവിറ്റി ട്രൂ ആയിട്ടുള്ളൊരു സീലോമിക് ക്യാവിറ്റിയാണ്. അപ്പം നമ്മളത് ക്ലൈറ്റല്ലയുടെ പൊതുവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പറഞ്ഞത്. എന്നാൽ അഡീഷണലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അത് ട്യൂബുലാർ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. പിന്നീട് സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ബ്ലഡ് വെസൽസ് ഉണ്ട്. റെസ്പിറേഷൻ ക്യൂട്ടേനിയസ് ആണ്, അതായത് എർത്തുവമിന് പ്രത്യേകിച്ച് ശ്വസനാവയവങ്ങളൊന്നും തന്നെ ഇല്ല, അതിൻ്റെ സ്കിന്നിലൂടെയാണ് അല്ലെങ്കിൽ ബോഡി സർഫസിലൂടെ ശ്വസിക്കുന്നതിനെയാണ് നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റം വളരെ സിമ്പിളാണ്. നെർവ് റിംഗ് ഉണ്ട്, അതിനെ നമ്മൾ സെൻട്രൽ ഗാംഗ്ലിയോൺ എന്നാണ് അല്ലെങ്കിൽ ബ്രെയിൻ എന്നാണ് പറയുക. വെൻട്രൽ നെർവ് കോഡ്, ഡോർസൽ നെർവ് കോഡും വെൻട്രൽ നെർവ് കോഡും ഉണ്ട്. ഇവിടെ നമുക്ക് വെൻട്രൽ അടിഭാഗത്താണ് അതിൻ്റെ നെർവ് കോഡ് എന്ന് പറയുന്നത്. എക്സ്ക്രീഷന് പ്രത്യേക അവയവങ്ങളുണ്ട്, ആ അവയവങ്ങളെ നമ്മൾ നെഫ്രീഡിയ എന്നാണ് പറയുക. റീപ്രൊഡക്ഷൻ, അതായത് എർത്തുവം ഹെർമാഫ്രോഡൈറ്റുകളാണ്. മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരേ ജീവിയിൽ തന്നെ കാണപ്പെടുന്നു. ക്രോസ് ഫെർട്ടിലൈസേഷൻ പലപ്പോഴും നടക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ എർത്തുവമിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പഠിക്കേണ്ടുന്ന ഒരു അവയവമാണ് കീറ്റെ എന്ന് പറയുന്ന അവയവം. അപ്പം നമുക്ക് പാരാപ്പോഡിയം എന്ന് പറയുന്ന അവയവം എടുക്കുകയാണെങ്കിൽ നീറസിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ലീച്ചിൽ കാണപ്പെടുന്ന പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന ആൻറ്റീരിയർ പോസ്റ്റീരിയർ സക്കറുകളാണ്, അതായത്
പറ്റിപ്പിടിച്ചിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് സഹായിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങൾ. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ എർത്തോമിന് മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് കീറ്റകൾ. അതായത് കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോക്കോമോട്ടറി ഓർഗനാണ് കീറ്റെ. അതുകൊണ്ടാണ് അതിന് കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിന് കീറ്റെ എന്ന് പറയുന്ന പേര് വന്നത്. അതായത് ഒരു ഹെയർ ലൈക്ക് നാര് പോലെ ഇരിക്കുന്നതാണ്, ഓർ ബ്രിസ്റ്റിൽ ലൈക്ക് എസ് ഇൻ ഷേപ്പ്, ഏകദേശം ഒരു എസ് ഷേപ്പിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. ലൊക്കേഷൻ എംബഡഡ് ഇൻ എപ്പിഡെർമിസ് ഓഫ് ഈച്ച് ബോഡി സെഗ്മെൻറ്റ്. ഓരോ ബോഡി സെഗ്മെൻറ്റിൻ്റെയും എപ്പിഡെർമിസിനകത്തേക്ക് അത് എംബഡ് ചെയ്ത്, അതായത് അതിനകത്തേക്ക് ആഴ്ന്ന് കാണപ്പെടുക അല്ലെങ്കിൽ അതിനകത്തായിട്ട് ചേർന്ന് കാണപ്പെടുന്നു. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കണക്റ്റഡ് ടു മസിൽസ് ബിനീത്ത് ദ സ്കിൻ, അറ്റാച്ച്മെൻറ്റിന് സഹായിക്കുന്നതാണ് അതിൻ്റെ ഫങ്ഷൻ. അതായത് ഈ എർത്തോം പ്രധാനമായിട്ടും മണ്ണിനകത്തേക്ക് അല്ലെങ്കിൽ മണ്ണിനകത്ത് കുഴിയുണ്ടാക്കിയാണ് താമസിക്കുന്നത്. അപ്പോൾ ആ കുഴിക്കകത്ത് അല്ലെങ്കിൽ ഹോളിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ടാണ് ഈ കീറ്റയെ സഹായിക്കുന്നത്. മസിൽസ്, അതായത് സ്കിന്നിൻ്റെ മസിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിന് അറേഞ്ച്മെൻറ്റ് സാധാരണയായിട്ട് ഓരോ സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഓരോ സെഗ്മെൻറ്റിലും 4 ജോഡി കീറ്റകൾ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും 2 ഭാഗത്തുമായിട്ട് ഈ 2 ജോഡി, അതായത് 4, ഇവിടെ 2 ജോഡിയുണ്ട്, ഇവിടെ 2 പേരുണ്ട്. അപ്പോൾ 4 ജോഡി കീറ്റകൾ ഓരോ സെഗ്മെൻറ്റ്സിലുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എർത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ്, അല്ലെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് പഠിക്കേണ്ട ഒരു പ്രോസസ്സാണ് വെർമി കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് വെർമി കൾച്ചർ എന്ന് നമുക്ക് നോക്കാം. വെർമി കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ സയൻറ്റിഫിക് പ്രോസസ് ഓഫ് കൾട്ടിവേറ്റിംഗ് worms or artificial rearing of worms to decompose organic food waste into nutrient rich material. അതായത് മണ്ണിരെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മണ്ണിരെ ആർട്ടിഫിഷ്യലായിട്ട് വളർത്തിക്കൊണ്ട് നമ്മുടെ ഓർഗാനിക് വേസ്റ്റിനെ ന്യൂട്രിയൻ റിച്ച് മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള വളമായിട്ട് മാറ്റിയെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വെർമി കൾച്ചർ എന്ന് പറയുന്നത്. ദ ഔട്ട്പുട്ട് ഓഫ് വെർമി കൾച്ചർ ഈസ് കാൾഡ് വെർമി കമ്പോസ്റ്റ് ആൻഡ് ഈസ് ഫോംഡ് ബൈ ദ പ്രോസസ് ഇൻ വിച്ച് എർത്ത്വർംസ്, നമ്മളുടെ എർത്ത്വർമിൻ്റെ സഹായത്താൽ ഉണ്ടാക്കുന്ന ബൈ പ്രൊഡക്റ്റിന് പറയുന്ന പേര് വെർമി കമ്പോസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ എർത്ത്വർം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേര് വെർമി ടെക്നോളജി എന്നാണ്. ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് യൂട്ടിലൈസേഷൻ ഓഫ് എർത്ത്വർംസ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ വെർമി ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി വെർമി കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നമുക്കെടുത്ത് നോക്കാം. നമ്മളെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് വെർമി കമ്പോസ്റ്റിംഗ് പ്രോസസ്സ്. അതിന് പല സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് സൈറ്റ്, എവിടെയാണിത് നടത്തേണ്ടത്. അപ്പോൾ ഒരു സൈറ്റ് കണ്ടെത്തണം. ചൂസ് എ ഷെയ്ഡഡ്, വെൻറ്റിലേറ്റഡ് ആൻഡ് മോയ്സ്ചർ റീറ്റെയിനിങ് ഏരിയ, അതായത് ധാരാളം എയർ സർക്കുലേഷനുള്ള, ഷെയ്ഡുള്ള, തണലുള്ള, മോയ്സ്ചറായിട്ടുള്ള അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലമായിരിക്കണം ഇതിന് വേണ്ടത്. അതാണ് എൻ്റെ സെലക്ഷൻ സൈറ്റിൻ്റെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ബഡാണ് അല്ലെങ്കിൽ പിറ്റാണ്. ഡിഗ് എ പിറ്റ് ഓർ പ്രിപ്പയർ എ റേസ്ഡ് ബെഡ് ലൈൻ വിത്ത് മോയ്സ്റ്റ് സോയിൽ ഓർ ബെഡിങ് മെറ്റീരിയൽ. ഒന്നുകിൽ കുഴി കുഴിക്കുകയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ മുകളിലായിട്ട് കെട്ടിയുണ്ടാക്കിയ ബെഡോ ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടെയ്നറോ കമ്പാർട്ട്മെൻറ്റുകളോ ആയിരിക്കണം വെർമി കൾച്ചർ നടത്താനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി മൂന്നാമത്തത് ബെഡിങ് മെറ്റീരിയലാണ്, അതായത് മണ്ണിരകൾക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ്. യൂസ് കൗ ഡങ്, ലീഫ് ലിറ്റർ, വെജിറ്റബിൾ വേസ്റ്റ് ഓർ കമ്പോസ്റ്റ്. ഒന്നുകിൽ സാധാരണയായിട്ട് വെജിറ്റബിൾ വേസ്റ്റുകളോ ചാണകമോ പിന്നീട് ലീഫ് ലിറ്റർ, ഇലകളൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്കതിൻ്റെ ബെഡ് തയ്യാറാക്കാം. നാലാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രഡക്ഷൻ ഓഫ് വേംസ് ആണ്. ഇങ്ങനെ തയ്യാറാക്കിയ സ്ഥലത്തേക്ക് നമ്മൾ വേമിനെ ആദ്യം അല്ലെങ്കിൽ മണ്ണിരയെ കടത്തിവിടും. എർത്ത് വേംസ് കോമൺലി ഈസ്നിയ ഫീറ്റിഡ ആൻഡ് ലുംബ്രിക്കസ് റുബല്ലസ് തുടങ്ങിയ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വേമുകളാണ് ഈസ്നിയ ഫീറ്റിഡയും ലുംബ്രിക്കസ് റുബല്ലയും. അപ്പം ഇത്തരം വേമുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തയ്യാറാക്കിയ അല്ലെങ്കിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബെഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡായി ഇനി മണ്ണിരയ്ക്ക് തിന്നാനുള്ള അല്ലെങ്കിൽ ഫീഡ് ചെയ്യാനുള്ള ഭക്ഷണം കൊടുക്കണം. അത് ആറാമത്തെ പ്രോസസ്സാണ്. അതിന് നമ്മൾ ഫീഡിങ് എന്ന് പറയുന്നു. പ്രൊവൈഡ് ഓർഗാനിക് വേസ്റ്റ് സച്ച് ആസ് വെജിറ്റബിൾസ്, സ്ക്രാബ്സ്, ഫ്രൂട്ട് പീൽസ്, ഗാർഡൻ വേസ്റ്റ് എക്സെട്ര റെഗുലർലി. കൃത്യമായിട്ട് മണ്ണിര, എത്രത്തോളം മണ്ണിരയെ നമ്മൾ ഒരു ബെഡിൽ ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് മണ്ണിരയ്ക്ക്
ഭക്ഷിക്കാനായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, വെജിറ്റബിൾസും സ്ക്രാപ്സും ഫ്രൂട്ട് പീൽസും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബെഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബെഡ്. ഇതിനകത്ത് നിരന്തരമായിട്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മളത് ഫീഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഫീഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തത് മോയ്സ്ചർ മെയിൻ്റനൻസ് ആണ്. കീപ് ദ ബെഡ് ഡാംപ് ബട്ട് നോട്ട് വാട്ടർ ലോക്ക്ഡ്. സ്പ്രിങ്കിൾ വാട്ടർ ഇഫ് ഡ്രൈ. അതായത് ബെഡ് എപ്പോഴും നനഞ്ഞിരിക്കണം, പക്ഷേ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, വാട്ടർ ലോക്ക്ഡ് ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സ്പ്രിങ്കിൾ, അതായത് സ്പ്രേ ചെയ്ത് വെള്ളത്തിൻ്റെ നനവ് ഉറപ്പാക്കിയിരിക്കണം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഓവർ ടെമ്പറേച്ചർ, അതായത് 30 ഡിഗ്രി 30 ഡിഗ്രിക്ക് മുകളിലേക്ക് പോയി 40-50 ഡിഗ്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ, കാരണം ഇത് എന്താണ്, ഒരു ഓർഗാനിക് ഡീകമ്പോസിങ് പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എയറേഷൻ്റെ കുറവുണ്ടായിരിക്കും. അപ്പോൾ അനേറോബിക് റെസ്പിറേഷനൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്, ബാക്ടീരിയയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചൂട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ബെഡ് ഇളക്കി കൊടുത്തുകൊണ്ട് ടെമ്പറേച്ചർ 15-നും 30-നും ഇടയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ടേണിംഗ് മെയിൻ്റനൻസ്, ഒക്കേഷണലി ടേൺ ഓർ മിക്സ് ദ കമ്പോസ്റ്റ് ടു എയറേറ്റ്. അതുപോലെ തന്നെ മണ്ണിലേക്ക് ശ്വസിക്കാനായിട്ടുള്ള എയറിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ അത് മിക്സ് ചെയ്യണം. ദെൻ ഹാർവെസ്റ്റിംഗ് ആഫ്റ്റർ 2 to 3 months. നമ്മളിങ്ങനെ മണ്ണിര കമ്പോസ്റ്റ് ബെഡിലേക്ക് അല്ലെങ്കിൽ പിറ്റിലേക്ക് നമ്മൾ എല്ലാം തയ്യാറാക്കി നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പദാർത്ഥങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 മുതൽ 3 മാസം കൊണ്ട് നമുക്ക് ഈ മണ്ണിര നമ്മൾ കൊടുത്ത പദാർത്ഥങ്ങളെ കമ്പോസ്റ്റാക്കി തരും. അപ്പോൾ നമുക്ക് അതിനെ കളക്ട് ചെയ്യാം. അതിനെ നമ്മൾ വേർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നു. സെപ്പറേറ്റ് വേംസ് ഫോർ റീയൂസ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച വേമുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അത് നമ്മൾ അടുത്ത കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. Then use of vermicompost apply as organic fertilizer to enrich soil. സാധാരണയായിട്ട് നമ്മുടെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായിട്ടാണ് ഈ വെർമി കമ്പോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വെർമി കമ്പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടൊരു പദാർത്ഥമാണ് വേർമി വാഷ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലിക്വിഡ് കളക്റ്റഡ് ആഫ്റ്റർ പാസിങ് വാട്ടർ ത്രൂ എ കോളം ഓഫ് വേം ആക്ടിവിറ്റി. നമ്മൾ വെർമി കമ്പോസ്റ്റ് നടത്തുന്ന പിറ്റിൽ നിന്നിൻ്റെ അടിയിലൂടെ ഊറി വരുന്ന ലിക്വിഡായിട്ടുള്ള അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥത്തെയാണ് നമ്മൾ വേർമി വാഷ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ കളക്ഷൻ ഓഫ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് മ്യൂക്കസ് സെക്രീഷൻ ഓഫ് എർത്ത് വോംസ് അലോങ് വിത്ത് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. അതിനകത്ത് ഈ മണ്ണിനകത്ത് നമ്മൾ എപ്പോഴും നനച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ മണ്ണ് അല്ലെങ്കിൽ വേർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അഴുകിയതും നനവുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലീക്കേറ്റുകൾ അല്ലെങ്കിൽ അത് അഴുകിയ പദാർത്ഥങ്ങളുണ്ടായിരിക്കും, എർത്ത് വോമിൻ്റെ മ്യൂക്കസ് ഉണ്ടായിരിക്കും, ബാക്ടീരിയ ഉണ്ടായിരിക്കും. അങ്ങനെ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഈ ഒരു ലിക്വിഡിന് പറയുന്ന പേരാണ് നമ്മൾ എന്ത് ചെയ്യുക, വേർമി വാഷ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ആസ് എ ഫോളിയർ സ്പ്രേ ടു എൻഹാൻസ് ദ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഈൽഡ് ആൻഡ് ടു കൺട്രോൾ ഡിസീസ് ഓഫ് പ്ലാന്റ്സ്. ഇത് ഫോളിയർ സ്പ്രേ സാധാരണ നമുക്ക് ചെടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ കൃഷി ആവശ്യങ്ങൾക്ക് മണ്ണിലാണ് വളം ഇട്ട് കൊടുക്കുക. എന്നാൽ നമുക്ക് ഫോളിയർ സ്പ്രേ ഇലകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് പറ്റിയ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള രോഗപ്രതിരോധ അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ലിക്വിഡാണ് അല്ലെങ്കിൽ പദാർത്ഥമാണ് ഈ വേർമി വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഫൈലം അനലിഡ എന്ന് പറയുന്ന ഫൈലത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് നീറിസിനൊരു പ്രത്യേകതയുണ്ട്, മറൈനായിട്ടുള്ള ഒരു അനലിഡാണ്. അതിന് പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ട് അല്ലെങ്കിൽ ലോക്കോമോട്ടറി ഓർഗൻസ് ഉണ്ട്. അതിനെ നമ്മൾ പാരാപോഡിയം എന്ന് പറയും. അതിനകത്ത് സീറ്റേ പോലെയുള്ള പദാർത്ഥങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ലീച്ചാണ്. അതൊരു ടെറസ്ട്രിയൽ അക്വാട്ടിക്കായിട്ട് ഉള്ള സെമി അക്വാട്ടിക്കായിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. അതിന് സക്കറുകളുണ്ട്, ഹിറുഡിൻ എന്ന് പറയുന്ന പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മൂന്നാമത് പഠിച്ചത് ക്ലൈറ്റല്ല എന്ന് പറയുന്ന ഈ അനലിഡയിൽ വരുന്ന ഒരു സബ് ഫൈലമാണ് ക്ലൈറ്റല്ല. അതിനകത്തുള്ള എർത്ത് വോമിനെ കുറിച്ചാണ്. അതുപോലെ വേർമി കൾച്ചർ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചും എർത്ത് വോമിൻ്റെ സീറ്റയെക്കുറിച്ചും പഠിച്ചു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം വരുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് സിമെട്രി ഡു അനലിഡ് എക്സിബിറ്റ്? അത് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. അനലിഡ് എന്ന് പറയുന്ന ഫൈലത്തിൻ്റെ സിമെട്രി എന്താണ്? ബയലാട്രൽ സിമെട്രിയാണ്, അതായത് 2 തുല്യ ഭാഗങ്ങളായിട്ട് കിട്ടും. നെയിം 1 ക്ലോസ്ഡ് സർക്കുലേറ്ററി അനലിഡ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമുള്ള ഏതെങ്കിലും ഒരു അനലിഡിൻ്റെ പേര് പറയാനാണ് ചോദിക്കുക. എല്ലാ അനലിഡുകൾക്കും ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. എർത്ത് വോമോ ലീച്ചോ
നീറിസും എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. വാട്ട് ആർ സീറ്റേ ഇൻ എർത്ത് വർംസ്? എർത്ത് വർമിലെ സീറ്റേ അല്ലെങ്കിൽ കീറ്റേ എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഫോർ ആങ്കറിങ് ആൻഡ് ലോക്കോമോഷൻ എന്നാണ് അതിൻ്റെ ഉത്തരം. നെയിം ദ ആൻറ്റി കൊയാഗുലൻറ്റ് സെക്രീറ്റഡ് ബൈ ലീച്ചസ്. ലീച്ചസ് ഉൽപ്പാദിപ്പിക്കുന്ന രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള പദാർത്ഥം എന്താണ്? ഹീറുഡിൻ എന്നാണ് അതിൻ്റെ ഉത്തരം. വാട്ട് ഈസ് വേർമികൾച്ചർ? ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് പ്രോസസ് ഓഫ് റേസിംഗ് എർത്ത് വർം ടു പ്രൊഡ്യൂസ് വേർമി കമ്പോസ്റ്റ് ആൻഡ് വേർമി വാഷ്. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 2 മാർക്ക് ചോദ്യങ്ങൾ നോക്കാം. ഗീവ് 2 മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഫൈലം അനലിഡ. അല്ലെ, ഫൈലം അനലിഡയുടെ ഏതെങ്കിലും 2 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പറയാൻ അല്ലെങ്കിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സെഗ്മെൻറ്റഡ് ആണ് ബോഡി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ദെൻ ഒരു ട്രൂ സീലോം ഉണ്ട്, ലൈൻഡ് ബൈ മീസോഡെം. പിന്നീട് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, അതൊക്കെയാണ്. പിന്നീട് റെസ്പിറേറ്ററി സിസ്റ്റം ഇല്ല. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം തന്നെ അതിൻ്റെ യുണീക്കായിട്ടുള്ള പ്രത്യേകതകളാണ്. ദെൻ വാട്ട് ഈസ് പാരാപ്പോഡിയം? പാരാപ്പോഡിയം എന്താണ്? നീറിസിൽ കാണപ്പെടുന്നതാണ്. ഇറ്റ് ഈസ് എ പെയ്ഡ് ഫ്ലഷി ലാറ്ററൽ അപ്പൻഡേജസ് ഇൻ നീറിസ് യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ ആൻഡ് റെസ്പിറേഷൻ. 2 ഉത്തരങ്ങൾ എഴുതണം. ലോക്കോമോഷനും റെസ്പിറേഷനും സഹായിക്കുന്ന അവയവങ്ങളാണ് പാരാപ്പോഡിയം എന്ന അവയവം. നെയിം 2 എർത്ത് വർം സെൻസറി അഡാപ്റ്റേഷൻസ്. അതായത് എർത്ത് വർമിൻ്റെ സെൻസറി അഡാപ്റ്റേഷൻസ് ഏതെങ്കിലും 2 പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. സ്കിൻ റിസപ്റ്റേഴ്സ്, അത് സ്കിന്നിന് തൊട്ടടുത്തുള്ള പദാർത്ഥങ്ങളെ തിരിച്ചറിയാൻ കഴിയും. ദെൻ സെൻസറി റിസപ്റ്റേഴ്സ് ടു ഡിറ്റക്ട് വൈബ്രേഷൻസ് ആൻഡ് കെമിക്കൽസ്. കെമിക്കൽസിൻ്റെയും വൈബ്രേഷൻസിൻ്റെയൊക്കെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ടുള്ള സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട്. ദെൻ വാട്ട് ആർ ദ ഹാബിറ്റാറ്റ് ഓഫ് ലീച്ചസ്? ലീച്ചസ് എവിടെയാണ് കാണപ്പെടുന്നത്? മോസ്റ്റ്ലി ഇൻ ഫ്രഷ് വാട്ടർ, സം ആർ മറൈൻ ഓർ ടെറസ്ട്രിയൽ. മിക്കവാറും ഫ്രഷ് വാട്ടറിലാണ്, ചിലത് മറൈനിലുണ്ട്, ചിലത് ടെറസ്ട്രിയലായിട്ടുണ്ട്. ഒരു തരത്തിൽ അത് സെമി അക്വാട്ടിക്കാണ്. കരയിലൊക്കെയാണ് സാധാരണയായിട്ട് വെള്ളം ഉള്ള സ്ഥലങ്ങളിൽ വെള്ളത്തോട് ചേർന്ന് കരയിലൊക്കെ ഇതിനെ ധാരാളം കാണാൻ കഴിയും. നെയിം 1 സ്പീഷീസ് ഓഫ് വേം കോമൺലി യൂസ്ഡ് ഇൻ വേർമികൾച്ചർ. നമ്മൾ 2 വേമുകളെക്കുറിച്ച് പഠിച്ചു. അതിൽ ഏതെങ്കിലും ഒരു വേമിൻ്റെ പേരാണ് പറയാൻ ചോദിച്ചിരിക്കുന്നത്. ഇസ്നിയ ഫെറ്റിഡ എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചുവന്ന വിരകൾ. 4 മാർക്ക് ചോദ്യങ്ങളുണ്ട്. ഡിസ്ക്രൈബ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് എർത്ത് വർംസ്. ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. മൗത്തുണ്ട്, ഫാരിങ്സ് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, ക്രോപ്പുണ്ട്, ഗിസാർഡ് ഉണ്ട്, ഇൻഡസ്റ്റൈൻ ഉണ്ട്, ദെൻ ഏനസ് ഉണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വരുന്നതാണ് ഈ എർത്ത് വർമിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ദ ഫീഡ് ഓൺ സോയിൽ ആൻഡ് ഡീക്കേയിങ് മാറ്റർ ആൻഡ് പ്രൊഡ്യൂസ് ന്യൂട്രിയൻ റിച്ച് വേർമി കാസ്റ്റിംഗ്. അത് മണ്ണാണ് തിന്നുന്നത്, അതുകൊണ്ടാണ് അതിനെ മണ്ണിരയെന്ന് പറയുന്നത്. അത് മണ്ണിനകത്തുള്ള പദാർത്ഥങ്ങളെ അതിൻ്റെ ഭക്ഷണമാക്കി മാറ്റി വേർമി കാസ്റ്റിങ്സ് എന്ന് പറയുന്ന അരിച്ച അല്ലെങ്കിൽ ചതച്ചരച്ച മണ്ണ് പുറത്തേക്ക് വിടുന്നു. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഹെറ്ററോനീറിസ്. ഹെറ്ററോനീറിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ചൊരു ചെറിയ വിശദാംശം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ആർ സെക്ഷലി മച്ചുർ എപ്പിടോക്ക് ഫോം ഓഫ് നീറിസ്. സെക്ഷലി മച്ചുറായിട്ടുള്ള നീറിസിൻ്റെ ഭാഗങ്ങളെയാണ് ഹെറ്ററോനീറിസ് എന്ന് പറയുക. ദ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻറ്റു എടോക്ക് ആൻറ്റീരിയർ റീജിയൻ, നോൺ റിപ്രൊഡക്റ്റീവ് പാർട്ട്, എപ്പിടോക്ക് പോസ്റ്റീരിയർ റീജിയൻ, റിപ്രൊഡക്റ്റീവ് പാർട്ട്. വിത്ത് എൻലാർജ്ഡ് പാരാപ്പോഡിയ ആൻഡ് ഗാമേറ്റ്സ് ഇറ്റ് സ്വിം ടു ദ സർഫസ് ഫോർ സ്വാമിങ്. അത് സർഫസിലേക്ക് വരുന്നുണ്ട്. മെൻഷൻ എനി ഫോർ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അനലിഡ്സ്. അനലിഡ്സിൻ്റെ ഏതെങ്കിലും 4 സ്വഭാവങ്ങൾ പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. 1 ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സിലോമേറ്റ് ആണ്, മെറ്റാമറിക് ആണ് അല്ലെങ്കിൽ മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ ഉണ്ട്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഗിവ് 2 ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് വേർമി കമ്പോസ്റ്റ്. ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് സ്ട്രക്ചർ, ആക്ട് ആസ് ആൻ ഇക്കോ ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് ഓർഗാനിക് വേസ്റ്റ് മാനേജ്മെൻറ്റ്. 7 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അനലിഡ. മുമ്പ് ചോദിച്ച 2 മാർക്ക് ചോദ്യം തന്നെ 4 മാർക്കുമായിട്ട് ചോദിക്കാം. ബോഡി ഇലോങ്ങേറ്റഡ് ആണ്, സിലിണ്ടറിക്കലാണ്, സെഗ്മെൻറ്റഡ് ആണ്, ബയലാട്രൽ സിമെട്രിക്കലാണ്, ട്രൂ സീലോമുണ്ട്. പിന്നീട് നമുക്ക് ബോഡി അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് സെപ്റ്റയുണ്ട്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്, ഏനസ് മുതൽ മൗത്ത് മുതൽ ഏനസ് വരെയുള്ളത്. ദെൻ സർക്കുലറി സിസ്റ്റം ക്ലോസ്ഡ് ആണ്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ട് പോലെയുള്ള സംവിധാനങ്ങളില്ല. ദെൻ എക്സ്ക്രീഷൻ നെഫ്രീഡി എന്ന് പറയുന്ന എക്സ്ക്രീറ്ററി ഓർഗൻസിലൂടെയാണ് എക്സ്ക്രീഷൻ സാധ്യമാക്കുന്നത്. ദെൻ യൂസസ് പാരാപ്പോഡിയ, സീറ്റേ, കീറ്റേ, ദെൻ ബോഡി വാൾ മസിൽസ്, സിലോമിക് ഫ്ലൂയിഡ് തുടങ്ങിയവയാണ് അതിൻ്റെ ലോക്കോമോഷൻ ഉപയോഗിക്കുന്നത്. റീപ്രൊഡക്ഷൻ ഹെർമാഫ്രോഡിറ്റിക് റീപ്രൊഡക്ഷനാണ്, അതായത് മെയിലും ഫീമെയിലും
റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരേ ജീവിയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. തന്നെ റൈറ്റ് ആൻ എസ്സേ ഓൺ ഹിറുഡിനേറിയ, ലീച്ചിനെ കുറിച്ചൊരു എസ്സേ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്, ഷോർട്ട് എസ്സേ. ക്ലാസ് ഹിറുഡിനിയ എന്ന ക്ലാസ്സിലാണ് വരുന്നത്. ഫ്രഷ് വാട്ടറാണ്, ചിലത് മറൈനാണ്, ടെറസ്ട്രിയലാണ്. ബോഡിക്ക് 33 സെഗ്മെൻറ്റ്സ് ഉണ്ട്. പാരാപോഡിയ, സീറ്റേ പോലെയുള്ള ലോക്കോമോട്ടറി ഓർഗൻസ് ഒന്നും തന്നെയില്ല. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സക്കറുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ലോക്കോമോഷനും സെക്രീറ്റ്സ് ഹിറുഡിൻ എന്ന് പറയുന്ന ആൻറ്റികോയാഗുലൻ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. റീപ്രൊഡക്ഷൻ ഹെർമാഫ്രോഡക്റ്റിക് ആണ്. എക്കോളജിക്കൽ റോള് പാരസൈറ്റ് ഓർ പ്രെഡേറ്റർ, ഒരു പാരസൈറ്റോ പ്രെഡേറ്ററാണ്. ഹെൽപ്പ് ഇൻ മെഡിക്കൽ ആപ്ലിക്കേഷൻസ്. നമ്മൾ ലീച്ച് തെറാപ്പി, അതായത് നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലുമൊക്കെ രക്തം കട്ട പിടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച രക്തത്തെ സർജറി കൂടാതെ എന്ത് ചെയ്യാനാണ്, നമുക്ക് കളയാനായിട്ടൊക്കെ ലീച്ച് തെറാപ്പി പോലുള്ള തെറാപ്പി ഉപയോഗിക്കാറുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ വേർമി കൾച്ചർ ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. റേസിങ് എർത്ത് വോംസ് ടു പ്രൊഡ്യൂസ് വെർമി കമ്പോസ്റ്റ് ആൻഡ് വെർമി വാഷ്. അതിനെയാണ് നമ്മൾ വെർമി കൾച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോസസ്, ബെനിഫിറ്റ്സ്, ഇങ്ങനെ രണ്ടായിട്ട് വേണം ഉത്തരത്തെ സമീപിക്കാനായിട്ട്. പ്രിപ്പയർ വെർമി ബെഡ് വിത്ത് മോയ്സ്റ്റ് ബെഡിങ് മെറ്റീരിയൽ. ഇൻട്രൊഡ്യൂസ് worms, FPG species like Eisenia foetida. Then feed organic waste, vegetables, cow dung, dry leaves. Maintain moisture and aeration. Harvest vermicompost after 2 to 3 months. Benefits: nutrient-rich fertilizer, improve soil physical, chemical and biological properties, plant growth regulator, eco-friendly waste management. അപ്പം ഇത്രയുമാണ് ഈ ഒരു ഫൈലത്തിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇനി ഈ ചോദ്യങ്ങൾ നമുക്ക് ഞാൻ അതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഈ ഉത്തരങ്ങൾ എഴുതുമ്പോൾ 1 മാർക്ക് ചോദ്യത്തിനൊക്കെ ഈ ഉത്തരം ധാരാളമാണ്. 2 മാർക്ക് 4 മാർക്ക് എസ്സേ ചോദ്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിനകത്ത് എഴുതാനുണ്ടായിരിക്കണം. അത് നമ്മളുടെ ഈ പറഞ്ഞ ഇത്രയും ഈ ഫൈലത്തെക്കുറിച്ച് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ വിശദാംശങ്ങൾ ചേർത്ത് വേണം നമ്മൾ ചോദ്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉത്തരം എഴുതാൻ. അപ്പം നമുക്ക് എന്നിരുന്നാൽ തന്നെയും ഈ പറഞ്ഞ പോയിൻറ്റ്സുകൾ, പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ ആ ഉത്തരത്തിൽ വന്നിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് നമുക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് അനലിഡ എന്ന് പറയുന്നത്. റൗണ്ട് നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന വേമുകൾ. അതിനകത്ത് നമുക്ക് പരിചിതമില്ലാത്ത വേം എന്ന് പറയുന്നത് നീറിസ് മാത്രമേ ഉള്ളൂ. ബാക്കി ലീച്ചും എർത്ത് വേമൊക്കെ നമ്മളുടെ സന്തത സഹചാരികളെ പോലെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന ജീവജാലങ്ങളാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാകും. ഈ സംശയങ്ങൾ നമ്മൾ ഈ ക്ലാസ് നമ്മൾ ഓഫ്ലൈനായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സംശയങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ചോദിച്ച് നിങ്ങളുടെ സംശയ നിവാരണം നടത്തേണ്ടതാണ്. താങ്ക് യു.